ദീപാവലി എന്നത് വെറും വിളക്കുകളുടെ ഉത്സവം മാത്രമല്ല, സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവേൽപ്പിനായി വഴിയൊരുക്കുന്ന പുണ്യദിനം കൂടിയാണ്. അതിനാൽ തന്നെ ദീപാവലി സമയത്ത് ലക്ഷ്മി കുബേര പൂജയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് സമൃദ്ധിയുടെ ദാതാവായ ലക്ഷ്മി ദേവിയെയും സമ്പത്തിൻ്റെ അധിപനായ കുബേരനെയും ക്ഷണിക്കുന്നു. അതിനാൽ തന്നെ ദീപാവലി സമയത്ത് മഹാലക്ഷ്മിയെയും കുബേരനെയും ഒന്നിച്ച് പൂജിക്കുന്നത് വളരെ നല്ലതാണ്. പൂജാ സ്ഥലത്ത് ലക്ഷ്മിയുടെയും കുബേരൻ്റെയും പ്രതിമ അടുത്തടുത്ത് സ്ഥാപിക്കുക. ഇവ ഒന്നിച്ച് സ്ഥാപിക്കുന്നത് സമൃദ്ധിയെയും സംരക്ഷണത്തെയും കൃപയെയും സമ്പൂർണ്ണ ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ശേഷം ഒരു താലത്തിൽ അല്പം പിച്ചള നാണയങ്ങൾ വയ്ക്കുക. ഇതിന് ശേഷം ഒരു ദീപം തെളിയിക്കുക. ദീപത്തിൻ്റെ ഊഷ്മളമായ ജ്വാല സ്ഥിരത, ദീർഘായുസ്, സമൃദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ശേഷം ഇവയ്ക്ക് മുകളിലായി കുറച്ച് തുള്ളി വെള്ളം തളിക്കുക. ഓം ഗൺ ഗണപതയെ നമഃ എന്ന ഗണേശ പ്രാർത്ഥനയോടെ പൂജ ആരംഭിക്കുക. പിന്നീട് ലക്ഷ്മി ദേവിയെയും കുബേരനെയും ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശേഷം ആരതി നടത്തുക. കുടുംബാംഗങ്ങൾക്ക് പൂജാ ചടങ്ങുകൾക്ക് ശേഷം പ്രസാദം വിതരണം ചെയ്യുക. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്തുകളുടെയും അധിപനാണ് കുബേര ഭഗവാൻ. ഒരു ദിവസം അദ്ദേഹം ലക്ഷ്മി ദേവിയെ ആദരിക്കുന്നതിനായി തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അത്രയും അപാരമായ സമ്പത്തുണ്ടായിരുന്നിട്ടും ഭാഗ്യദേവതയായ ലക്ഷ്മിയുടെ മുൻപിൽ തൻ്റെ വഴിപാടുകൾ കുറവായിരിക്കും എന്ന് കുബേരന് തോന്നി. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിലും വിനയത്തിലും ആകൃഷ്ടയായ ലക്ഷ്മി ദേവി അദ്ദേഹത്തിൻ്റെ ഭക്തി സ്വീകരിക്കുക മാത്രമല്ല, കൂടുതൽ സമൃദ്ധി നൽകുന്നതിനായി അനുഗ്രഹിക്കുകയും ചെയ്തു. ദീപാവലി ദിനത്തിലായിരുന്നു കുബേരൻ ലക്ഷ്മി ദേവിയെ ആദരിച്ചത്. അതുകൊണ്ടാണ് ദീപാവലി സമയത്ത് വിശ്വാസികൾ സമ്പത്ത് ആകർഷിക്കുന്നതിനായി ലക്ഷ്മിയെയും അത് സംരക്ഷിക്കുന്നതിനായും കൈകാര്യം ചെയ്യുന്നതിനും കുബേരനെ ആരാധിക്കുന്നത്. ലക്ഷ്മി കുബേര പൂജ ദീപാവലി ദിനത്തിൽ ചെയ്യുന്നത് സാമ്പത്തിക തടസ്സങ്ങളും കടബാധ്യതകളും നീക്കം ചെയ്യും എന്നാണ് വിശ്വാസം. പണത്തിൻ്റെ പുതിയ ഉറവിടങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ധനനഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കും.